നമസ്കാരം. GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ NPOയിൽ കേന്ദ്രം തുണ്ടത്ത് സ്ഥാപിക്കാൻ ആലോചന. ഇതിനായി വനം വകുപ്പിന്റെ തേക്ക് പ്ലാന്റേഷൻ ഏറ്റെടുക്കും. സാധ്യതാ പഠനത്തിനായി വിദഗ്ധ സംഘം അടുത്തയാഴ്ച എത്തും. ഡീസൽ വില വർധനവിനെതിരെ LDF പ്രക്ഷോഭം. പോത്താനിക്കാടും നെല്ലിക്കുഴിയിലും മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ NPOയിലിന്റെ കേന്ദ്രം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച പരിശോധനകൾക്കായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അടുത്തയാഴ്ച എത്തും. ഭൂതത്താൻകെട്ട് തുണ്ടത്തിൽ പ്രതിരോധ വകുപ്പിന്റെ കീഴിലുള്ള NPOയിൽ കേന്ദ്രം സ്ഥാപിക്കുന്നതിനാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. വനം വകുപ്പിന്റെ 1000-ഓളം ഏക്കർ തേക്ക് പ്ലാന്റേഷൻ ഇതിനായി ഏറ്റെടുക്കാനാണ് നീക്കം. NPOയിൽ സ്ഥാപിക്കാൻ തുണ്ടം അനുയോജ്യമാണെന്ന പ്രാഥമിക വിലയിരുത്തൽ നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പരിശോധനയ്ക്കായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നത്. ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളും NPOയിൽ സ്ഥാപിക്കാൻ ആദ്യം പരിഗണിച്ചിരുന്നു. ഇതിനൊടുവിലാണ് തുണ്ടം അനുയോജ്യമാണെന്ന് കണ്ടെത്തിയത്. കൊച്ചിയിൽ നിന്നും റോഡ് മാർഗം ഇവിടെ എത്താനുള്ള സൗകര്യമാണ് പ്രധാനമായും പരിഗണിച്ചത്. ജനവാസമില്ലാത്ത പ്രദേശമായതിനാൽ കുടിയൊഴിപ്പിക്കലും ആവശ്യമില്ല. പെരിയാറിന്റെ സമീപമുള്ളതിനാൽ ജലദൗർലഭ്യം നേരിടില്ലെന്നും പരിഗണിക്കപ്പെട്ടു. കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതിയോടെ NPOയിലിന് വേണ്ടി തേക്ക് പ്ലാന്റേഷൻ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഈ സാഹചര്യത്തിൽ പ്രതിരോധ വകുപ്പിന്റെ സുപ്രധാന കേന്ദ്രമായി തുണ്ടം മാറിയേക്കും. ഡീസൽ വില വർധനവിനെതിരെയുള്ള അഖിലേന്ത്യാ ബന്ദിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പോത്താനിക്കാടും നെല്ലിക്കുഴിയിലും LDF മാർച്ചും ധർണയും നടത്തി. ഡീസൽ വില വർധനവിനെതിരെ അഖിലേന്ത്യാ തലത്തിൽ ഇടതുപക്ഷം ബന്ദ് നടത്തിയിരുന്നു. കേരളത്തിൽ ഇതോടനുബന്ധിച്ച് പ്രതിഷേധ ദിനം ആചരിച്ചു. ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു കേന്ദ്രത്തിൽ മാർച്ചും ധർണയും നടത്തിയതിന്റെ ഭാഗമായാണ് പോത്താനിക്കാടും നെല്ലിക്കുഴിയിലും സമരം സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ പോത്താനിക്കാട് BSNL ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. ധർണയുടെ ഉദ്ഘാടനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം CN മോഹനൻ നിർവഹിച്ചു. നിങ്ങൾക്കറിയോ, കേരളത്തിലേക്ക് വരുന്ന അരി വരുന്ന ആന്ധ്രാപ്രദേശ്, അരി വരുന്ന തമിഴ്നാട്, പച്ചക്കറി വരുന്ന തമിഴ്നാട്, കോഴി അടക്കമുള്ള സാധനം വരുന്ന തമിഴ്നാട്, ഈ സംസ്ഥാനത്തെല്ലാം ഇങ്ങോട്ടേക്ക് ഒരു സാധനങ്ങളുടെ വിലയിൽ ഭയങ്കര വർധനവുണ്ടാവും. നമ്മുടെ രാജ്യത്തെ കേരളത്തിന് ആവശ്യമായുള്ള അരി വരുന്ന പഞ്ചാബിൽ നിന്നും അതുപോലെ നമ്മൾ ആന്ധ്രയിൽ നിന്നും മഹാരാഷ്ട്ര അരി എടുക്കുന്നുണ്ട്, ഗോതമ്പ് എടുക്കുന്നുണ്ട്. ഈ സാധനം വരുന്നത് പൂർണ്ണമായിട്ട് റെയിൽവേ പൂർണ്ണമായിട്ട് നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി ഇലക്ട്രിക് ലൈൻ ഉപയോഗിച്ചല്ല, ഡീസൽ ലൈൻ ഉപയോഗിച്ചിട്ടാണ്, ഡീസൽ റേറ്റ് ഉപയോഗിച്ചിട്ടാണ് അതിന്റെ വില കൂടും. അതായത് ഡീസലിന്റെ വിലക്കകത്ത് 5 രൂപയുടെ വർധനവുണ്ടായി. അതിവേഗത്തിൽ നേരം എടുത്തപ്പോഴേക്കും എങ്ങനെ അരിയുടെ വില കൂടി? പാലക്കാട് മട്ടേരി, ആന്ധ്രയിലൊക്കെയുള്ള കുറുവാരി, ആന്ധ്രയിൽ വരുന്ന ജയരി, ആ അരിക്കിന്റെ കപ്പ് വില കൂടുന്നത് എന്താ ചെയ്തത്? നമ്മുടെ രാജ്യത്തിനകത്ത് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വർധനവിന്റെ ഫലമായി നമ്മുടെ ഇന്ത്യക്കകത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും, കേരളം ഉൾപ്പെടെയുള്ള അകന്ന പ്രദേശങ്ങളിലെല്ലാം അതിരൂക്ഷ കേന്ദ്രം. PV ഐസക് അധ്യക്ഷത വഹിച്ചു. PM ഇസ്മായിൽ, PR മുരളീധരൻ, KT അബ്രഹാം, KP ജെയിംസ്, സാബു മത്തായി, ഷാജി മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നെല്ലിക്കുഴി പോസ്റ്റ് ഓഫീസായിരുന്നു സമരകേന്ദ്രം. ധർണയുടെ ഉദ്ഘാടനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം CM ദിനേശ് മണി നിർവഹിച്ചു. R അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. AR വിനയൻ, PR ഗംഗാധരൻ, CS നാരായണൻ നായർ, AK സോമരാജൻ, KG ചന്ദ്രബോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നു, കുടിവെള്ളത്തിന്റെ ചാർജ് വർദ്ധിപ്പിക്കുന്നു, വൈദ്യുതിയുടെ ചാർജ് വർദ്ധിപ്പിക്കുന്നു, ലോഡ് ഷെഡിങ്ങും പവർ കട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നു. കേരളം നേടിയ നേട്ടങ്ങൾ ഒന്നൊന്നായി പുറകോട്ടടിക്കുന്ന നിലപാടുകൾ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റ് ഇത്തരത്തിൽ പെട്രോളിയം കമ്പനികൾക്ക് നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. സ്വകാര്യ മേഖലയിൽ പെട്രോളിയം ഖനനം നടത്തുന്ന കമ്പനികൾക്ക് കോടാനകോടി രൂപ, റിലയൻസിനാകട്ടെ SR ആകട്ടെ അതുപോലുള്ള കമ്പനികൾക്ക് കോടാനകോടി രൂപയുടെ ലാഭം ഉണ്ടാകുന്നതിനുള്ള നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ഇതിനെതിരെയാണ് ശക്തമായ പ്രക്ഷോഭ സമരം ഇന്ന് ഇന്ത്യയിലെമ്പാടും നടക്കുന്ന. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, BJP മാത്രമല്ല, UPAയിലെ ഘടകകക്ഷികൾ പോലും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമരത്തിന്റെ പ്രത്യേകത. കീരമ്പാറ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാത്തതിനെതിരെ ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരും വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. 2 ദിവസത്തിനകം കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. രാവിലെ 11 മണിയോടെയാണ് ഭരണസമിതി അംഗങ്ങളായ ബിനോയ് തോമസ്, ജോർജ് ജോൺ, MP ചന്ദ്രൻ, സാലി വർഗീസ്, സിന്ധു രാജപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ കീരമ്പാറക്കാർ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത്. അതിരൂക്ഷമായി വരുന്ന സമയങ്ങളിൽ ജനം പ്രക്ഷുബ്ധമാവുകയും അവർ ഇവിടെ വന്ന് നിവേദനം നൽകുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവാണ്.
ഇതൊരു പതിവ് കാഴ്ച പോലെ കണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഒരു നിഷ്ക്രിയമായ നിലപാടാണ് ഈ ഈരമ്പാറ പഞ്ചായത്തിൽ ജനത്തോട് കാണിക്കുന്നത്. അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു 6 മാസം മുമ്പ് പഞ്ചായത്ത് അധികൃതരെ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ വന്ന് നിരാഹാരം കിടക്കുകയും ആ നിരാഹാരം കിടന്നപ്പോൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറും സ്ഥലം MLA ടി ഗുരുളയും വന്ന് ഒരു മധ്യസ്ഥ വഹിച്ച് ചില തീരുമാനങ്ങൾ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിരാഹാരം അവസാനിപ്പിച്ച് ഈ കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരമാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോയി. ഒരു മാസക്കാലം കഷ്ടി ഞങ്ങളുടെ പഞ്ചായത്തിൽ അതനുസരിച്ച് വെള്ളം കിട്ടി എന്നുള്ളത് സത്യമാണ്. അതിനുശേഷം ഇപ്പോഴും കൃത്യമായി അവിടെ വെള്ളം ഉയർന്ന പ്രദേശങ്ങളിൽ യാതൊരു കാരണവശാലും വെള്ളം എത്താത്തൊരവസ്ഥ ഈ മഴക്കാലത്തും സംജാതമായിരിക്കും. ഈ സമയത്ത് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഓഫീസിലുണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് പ്രതിഷേധക്കാർ ഓഫീസിനുള്ളിൽ കയറി കുത്തിയിരുന്നു. മുൻപ് സമരങ്ങൾ നടത്തിയപ്പോൾ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ഏറെ സമയം കഴിഞ്ഞാണ് ഉദ്യോഗസ്ഥരെത്തിയത്. പ്രതിഷേധം ശക്തമായതോടെ പോലീസും സ്ഥലത്തെത്തി. ഓഫീസിനുള്ളിലെ സമരം അവസാനിപ്പിക്കണമെന്ന പോലീസിന്റെ ആവശ്യം നിരാകരിക്കപ്പെട്ടു. പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AT പൗലോസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമരം അവസാനിപ്പിച്ചത്. 2 ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നടപടി ഉണ്ടായില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പിടവൂരിൽ മാസങ്ങൾക്ക് മുൻപ് നിർത്തിവയ്പ്പിച്ച മണ്ണെടുക്കൽ പുനരാരംഭിച്ചു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മണ്ണെടുക്കൽ ഉദ്യോഗസ്ഥരെത്തി തടഞ്ഞു. സമയപരിധി ലംഘിച്ച് ടിപ്പറുകൾ സർവീസ് നടത്തുന്നതായും ആക്ഷേപമുണ്ട്. വാരപ്പെട്ടി വില്ലേജിൽപ്പെട്ട പിടവൂരിൽ അനധികൃത മണ്ണെടുക്കൽ റവന്യൂ ഉദ്യോഗസ്ഥർ തടഞ്ഞു. മണ്ണുമാന്തി യന്ത്രം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരു മൊബൈൽ ടവറിന് ചുറ്റുമാണ് മണ്ണെടുക്കൽ നടത്തിയിരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് മണ്ണെടുക്കൽ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അധികൃതർ ഇടപെട്ട് നിർത്തിവെച്ചിരുന്നു. ഇതേ സ്ഥലത്താണ് വീണ്ടും മണ്ണെടുക്കൽ നടന്നത്. ഇത് അനുമതി വാങ്ങാതെയാണെന്ന് പറയുന്നു. വിവരം നാട്ടുകാർ റവന്യൂ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് നടപടിയെടുത്തത്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന മൊബൈൽ ടവറിൻ്റെ സ്ഥിതി വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പ്രശ്നം അത് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞ് വീണ് ഒരു അപകടം സംഭവിക്കാവുന്ന സ്ഥിതിയിലുള്ള ഒരു രീതിയാണുള്ളത്. അത്തരം ഒരു സ്ഥിതിവിശേഷമുള്ളപ്പോൾ തന്നെ വീണ്ടും ഇന്നലെ രാവിലെ മുതൽ ഇവിടെ വ്യാപകമായ മണ്ണെടുപ്പ് അനധികൃതമായി തുടരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ RTOയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ ഈ മണ്ണെടുപ്പ് സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. പല്ലാരിമംഗലം പോത്താനിക്കാട് പഞ്ചായത്തുകളിൽ അനധികൃത മണ്ണെടുപ്പ് വ്യാപകമാണെന്ന് പരാതിയുണ്ട്. ടിപ്പറുകൾ നിരോധന സമയം മറികടന്നും സർവീസ് നടത്തുന്നുണ്ട്. രാവിലെ 10 മണിയോടടുത്തും വൈകുന്നേരം 4 മണിയോടടുത്തും ടിപ്പറുകളുടെ ഓട്ടം നിരോധിച്ചിട്ടുണ്ട്. ഇത് വകവയ്ക്കാതെയുള്ള സർവീസ് അധികൃതരും കണ്ടില്ലെന്ന് വയ്ക്കുകയാണ്. ലോക അൽഷിമേഴ്സ് ദിനത്തോടനുബന്ധിച്ച് കോതമംഗലം യൽദോ മാർ ബസേലിയോസ് കോളേജിലെ MSW വിദ്യാർത്ഥികൾ റാലിയും സമ്മേളനവും നടത്തി. സമ്മേളനം പ്രിൻസിപ്പൽ പ്രൊഫസർ ബേബി M വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ലിസി ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ PV ജെയിംസ്, ചിഞ്ചു പോൾ, ബേസിൽ C പോൾ, ബിനീഷ് ജോസ് എന്നിവർ പ്രസംഗിച്ചു. ഡീസൽ വില വർധനയിൽ പ്രതിഷേധിച്ച് യൂത്ത് ഫ്രണ്ട് M പ്രവർത്തകർ കോതമംഗലത്ത് പ്രകടനം നടത്തി. മഞ്ചൽ, ട്രോളി അടക്കമുള്ള പുരാതന യാത്രാ സാമഗ്രികൾ പ്രദർശിപ്പിച്ചിട്ടുള്ള പ്രകടനത്തിന് നിയോജക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, CK സത്യൻ, ഷാജി പീച്ചക്കര, ബിജോഷ് പോൾ, മനിൽ കുര്യൻ എന്നിവർ നേതൃത്വം നൽകി. കോതമംഗലം മാർ ബസേലിയോസ് ആശുപത്രിയുടെ വാർഷികം ആഘോഷിച്ചു. മാർ ബസേലിയോസ് ആശുപത്രിയുടെ 34ാമത് വാർഷികമാണ് ആഘോഷിച്ചത്. സമ്മേളനം ടി കുരുവിള MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഹോസ്പിറ്റൽ കൊണ്ട് നമുക്ക് ഈ നാടിൻ്റെ വലിയൊരു വെളിച്ചം കൂടിയാണ്. അതാണ് ഞാൻ വിളക്ക് വെളിച്ചം എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനൊരു മങ്ങൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷമം തോന്നുന്ന ഒരു സംഭവം കൂടിയാണ്. ഈ സ്ഥാപനം നമ്മൾ പറയാറുണ്ട്, ഭിത്തി ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ ചുമരുണ്ടെങ്കിലേ എഴുതുവാൻ സാധിക്കൂ എന്ന്. ചുമരെഴുതുവാൻ സാധിക്കും. സ്ഥാപനമുണ്ടെങ്കിലേ നമുക്ക് ഇത് എഴുതാം. ഈ സ്ഥാപനം നിലനിർത്തുക എന്നുള്ളത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാഫ് മാത്രമല്ല, മാനേജ്മെൻറ്റിൻ്റെയും ഈ നാട്ടുകാരുടെയും ഒരു ആവശ്യമാണ്. മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപൊലിത്ത അധ്യക്ഷത വഹിച്ചു. പ്രമീള സണ്ണി, ഫാദർ മനു മാത്യു കാരിപ്ര, PV പൗലോസ്, എബി വർഗീസ്, VV ഇട്ടൻ, രാജു മാലിയിൽ, CP കുര്യാക്കോസ്, ഡോക്ടർ ബാലു ചാക്കോ, ഡോക്ടർ വർഗീസ് മണി, തെയ്യാമ്മ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു.
സെക്രട്ടറി ഷിബു കുര്യാക്കോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. പൗലോസ് കുഴുവേലിൽ സ്വാഗതവും ഡോക്ടർ ജോർജ് അബ്രഹാം കൃതജ്ഞതയും പറഞ്ഞു. കോതമംഗലം MA കോളേജിനെ കുറിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കുന്നു. സ്വിച്ച് ഓൺ കർമ്മം MA കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് നിർവഹിച്ചു. ബെന്നി ആട്ട്ലൈനാണ് ഡോക്യുമെന്ററി തയ്യാറാക്കുന്നത്. ഉരുളൻതണ്ണിയിൽ ശ്രീനാരായണ പഠന കേന്ദ്രവും ലൈബ്രറിയും സ്ഥാപിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സ്ഥാനീയ സമിതി ആവശ്യപ്പെട്ടു. ഫണ്ട് വിനിയോഗത്തിലെ അപാകത മൂലം കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ വികസനം മുരടിച്ചതായി യോഗം ചൂണ്ടിക്കാട്ടി. പ്രസിഡന്റ് MT രമണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഷാജി പയ്യാനിക്കൽ, AN ജനാർദ്ദനൻ, സനൽ മാധവൻ, CK കൃഷ്ണൻകുട്ടി, PM ജയൻ, KK ശ്രീധരൻ, KT ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു. കോഴിപ്പള്ളി ചക്കാലക്കുടി ചാപ്പലിൽ പെരുന്നാൾ ആഘോഷിച്ചു. സഖറിയാസ് മാർ പോളികാർപ്പോസ് മെത്രാപ്പോലീത്ത വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സൂര്യന്റെ പ്രകാശത്തെ തങ്ങളിലേക്ക് സ്വീകരിച്ച് ആവാഹിച്ച കവയെ സമൂഹത്തിന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ മഹാഭാഗ്യവതിയായ അമ്മയും മഹാപരിശുദ്ധന്മാരും തന്റെ ജീവിതത്തിലേക്ക് ദൈവീക ദർശനങ്ങളെ സ്വീകരിച്ച് ദൈവപ്രഭയെ സ്വീകരിച്ച് ലോകത്തിന് പ്രദാനം ചെയ്തപ്പോൾ ഇത് നമുക്ക് മുമ്പിൽ അദ്ദേഹം ഉത്തമ മാതൃകയായി നിലകൊള്ളുന്നു. തുടർന്ന് പ്രദക്ഷിണവും നേർച്ച സദ്യയും ഉണ്ടായിരുന്നു. വികാരി ഫാദർ മനു മാത്യു കാരിപ്ര നേതൃത്വം നൽകി. പല്ലാരിമംഗലം പഞ്ചായത്ത് 5-ാം വാർഡിലെ പ്രതീക്ഷ കുടുംബശ്രീയുടെ വാർഷികാഘോഷം വാർഡ് മെമ്പർ PM സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. സീന അസീസ് അധ്യക്ഷത വഹിച്ചു. ചരമ റീപ്പർ ഊഞ്ഞപ്പാറ ചിരക്കക്കുടിയിൽ കുര്യൻ വർഗീസിന്റെ ഭാര്യ ഏലമ്മ നിര്യാതയായി. 87 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ NPOയിൽ കേന്ദ്രം തുണ്ടത്ത് സ്ഥാപിക്കാൻ ആലോചന. ഇതിനായി വനം വകുപ്പിന്റെ തേക്ക് പ്ലാന്റേഷൻ ഏറ്റെടുക്കും. സാധ്യതാ പഠനത്തിനായി വിദഗ്ധ സംഘം അടുത്തയാഴ്ച എത്തും. ഡീസൽ വില വർധനവിനെതിരെ LDF പ്രക്ഷോഭം. പോത്താനിക്കാടും നെല്ലിക്കുഴിയിലും മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.